ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കാന്താരി മുളക് ഉള്ളി ചമ്മന്തിയുമായിട്ടാണ്. ഇത് നമുക്ക് കപ്പയുടെ കൂടെയും ചോറിന് കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കുവാൻ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാന്താരി മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. ഇനി നമുക്ക് ഈ കാന്താരി മുളകിൻ്റെ നെറ്റിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. കാന്താരി മുളകിന് പകരമായി സാധാ പച്ചമുളകും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന മറ്റു മുളകുകളും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കാന്താരി മുളക് കൊണ്ടാണ് ഈ ചമ്മന്തിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചമ്മന്തി നിങ്ങൾ വീട്ടിലുണ്ടാക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കാന്താരി മുളക് തന്നെ ഉപയോഗിക്കുക. ഞാനിവിടെ ഈ ചമ്മന്തി മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കുവാൻ ശ്രദ്ധിക്കുക. അതിന് പ്രത്യേക ഒരു രുചി തന്നെയാണ്. കാന്താരി മുളക് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മളിത് വെള്ളം കൂട്ടാതെയാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് കല്ലുപ്പായാൽ ഇത് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നന്നായി പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് പേസ്റ്റ് ആക്കണമെങ്കിൽ ഒന്ന് കുറച്ച് അരച്ചെടുക്കുക. അങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് ഈ ചമ്മന്തി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ചമ്മന്തിക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ചമ്മന്തി എല്ലാം മിക്സിയുടെ ജാറിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.